പാൻ തുപ്പിയതിന്റെ കറ ക്ലീൻ ചെയ്യാൻ 30 ലക്ഷം രൂപയാണ് ഈ മുനിസിപ്പാലിറ്റി ചെലവാക്കിയത്. പക്ഷേ ഇത് ഇന്ത്യയിലല്ല, ലണ്ടനിലെ ബ്രന്റ് സിറ്റി കൗൺസിലാണ് വർഷാവർഷം ലക്ഷക്കണക്കിന് രൂപ പാൻ തുപ്പിയതിന്റെ കറ ക്ലീൻ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ലണ്ടനിലെ മിക്ക സിറ്റി കൗൺസിൽസിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് പോയ ചിലര് അവിടെ പാൻ തുപ്പി റോഡും പബ്ലിക് പ്ലേസസ് ഒക്കെ നശിപ്പിക്കുകയാണ്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവിടുത്തെ ഗവൺമെന്റ് ഇപ്പോൾ ഫൈൻ കൊണ്ടുവന്നു. കൂടാതെ ഇന്ത്യൻ ഭാഷകളിൽ ഇവിടെ തുപ്പരുതെന്ന് ബോർഡ് വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള അവയർനെസ് ക്യാമ്പയിൻസ് റൺ ചെയ്യുകയാണ്. ഇന്ത്യൻ റെയിൽവേ പാനിന്റെ കറ ക്ലീൻ ചെയ്യാൻ ഓരോ വർഷം ചെലവാക്കുന്ന എത്ര രൂപയാണെന്ന് അറിയാമോ? 1200 കോടി രൂപ. ഗവൺമെന്റിന്റെ മറ്റ് സ്കീംസുമായിട്ട് കമ്പയർ ചെയ്താൽ ഈ പൈസ എത്ര ബന്ധാണെന്ന് മനസ്സിലാവും. കേരള ഗവൺമെന്റ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ ഒരു വർഷം ചെലവാക്കുന്നത് 400 കോടി രൂപയാണ്. അതായത് റെയിൽവേ പാനിന്റെ കറ ക്ലീൻ ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ 3 വർഷം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാം. പാൻ തുപ്പുന്ന പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ ഡിസ്പോസിബിൾ സ്പിറ്റിംഗ് കപ്സ് പോലും റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കൂടാതെ ലണ്ടനിലെ ഗവൺമെന്റ് ചെയ്ത പോലെ അവയർനെസ് ക്യാമ്പയിനും ഫൈനും ബോർഡുകളൊക്കെ വർഷങ്ങളായിട്ട് റെയിൽവേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു മാറ്റമില്ല. ലണ്ടനിലെ ഗവൺമെന്റിന്റെ സ്റ്റെപ്സ് കൊണ്ട് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. പാൻ തുപ്പുന്നത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തുനിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയ ചിലർ അവിടെ ഗാർബേജ് വലിച്ചെറിയുന്നതും സിവിക് സെൻസ് ഇല്ലാതെ പെരുമാറുന്നതും ഒക്കെ കാരണം ഇന്ത്യക്കാർക്ക് മൊത്തം ഇപ്പോൾ ചീത്തപ്പേരാണ്. ചില രാജ്യങ്ങളിൽ ഇന്ത്യൻസ് എന്ന് വെച്ചാൽ ക്ലെൻലിനെസ് ഇല്ലാത്തവരെന്നും സിവിക് സെൻസ് ഇല്ലാത്തവരെന്നും ഒരു സ്റ്റീരിയോ ടൈപ്പ് പോലുമായി. ഈ വിഷയത്തെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്.